നമസ്കാരം. ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ ഊട്ടി വെറും കുഞ്ഞുവാവയാണെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. യദു എന്ന ചെറുപ്പക്കാരനെ KSRTC ബസ് തടഞ്ഞു നിർത്തി വലിയ തോതിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള വിവാദം മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാണ്. ആ കേസിൽ കണ്ടോൺമെന്റ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കുഞ്ഞുവാവയായ മേയർ ഊട്ടിയും ഭർത്താവ് MLAയും ഈ കേസിൽ കുറ്റക്കാരെയല്ല. മേയർ ഊട്ടിയുടെ ഒരു സഹോദരൻ മാത്രമാണ് ഇതിൽ മൂന്നാം പ്രതിയായിട്ടുള്ളത്. സഹോദരനെതിരെ പെറ്റി അടച്ച് ഊരാവുന്ന കുറ്റങ്ങൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. KSRTCയിലെ ഡ്രൈവർ യദു എന്ന ചെറുപ്പക്കാരനെതിരെ എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്നും നമ്മുടെ കണ്ടോൺമെന്റ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്തായാലും ഇത് ഇങ്ങനെയേ സംഭവിക്കൂ എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. തിരുവനന്തപുരത്തെ മേയറിനെതിരെ എന്തെങ്കിലും ഒരു കുറ്റപ്പെടുത്തിയുള്ള റിപ്പോർട്ട് നൽകാൻ പിണറായിയുടെ കീഴിലുള്ള പോലീസ് തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണല്ലോ അന്ന് ഉയർന്നത്. ഒരിക്കലും തയ്യാറാകില്ല എന്ന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ KSRTC ബസ്സിലുള്ള ജീവനക്കാർ ആദ്യഘട്ടത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. അവർ പോലും അന്ന് മാധ്യമങ്ങളോട് മൊഴി പറഞ്ഞിരുന്നു. ഈ MLA ബസ്സിൽ കയറി വന്ന് ബസ്സിലുള്ള ആളുകളെ പോലും ഭീഷണിപ്പെടുത്തി. നേരെ തമ്പാനിലേക്ക് ബസ് വിടാൻ പറഞ്ഞു. ആളുകളെ എല്ലാം ഉൾപ്പെടെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അതുപോലെ ഈ കാറ് മ്യൂസിയത്തിന്റെ അവിടെ വെച്ച് ബസ്സിന്റെ മുന്നിൽ കുറുകെ ഇട്ടത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതിനുശേഷം ഈ KSRTC ഡ്രൈവറുടെ ഡോർ തുറന്നിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള 3-4 പേർ, അതിൽ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനുണ്ട്, മറ്റൊരു യുവതിയുണ്ട്, MLA ഉണ്ട്, ആര്യയുടെ സഹോദരൻ അടക്കമുണ്ട്. അവർ വളരെ ശക്തമായി ക്ഷോഭിക്കുന്നതും കൈ ചൂണ്ടി സംസാരിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിൽ യദുവിന്റെ മൊഴി തന്റെ അച്ഛനെയും അമ്മയെയും ചേർത്ത് തെറി പറഞ്ഞു, തെറി അഭിഷേകം നടത്തി, ഭീഷണിപ്പെടുത്തി എന്നാണ് യദുവിന്റെ മൊഴി. ഇവരുടെ ഈ വിക്രിയകൾക്ക് യഥാർത്ഥ തെളിവാകുമായിരുന്ന മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡ് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിനകത്ത് വെച്ച് മോഷണം പോയി. അതേക്കുറിച്ച് അന്നത്തെ നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞത് ഇപ്പോൾ പിടിക്കും, ഇപ്പോൾ തെളിവ് കൊണ്ടുവരുമെന്നൊക്കെയാണ്. എന്നാൽ പിന്നീട് ആ മെമ്മറി കാർഡ് ആവിയായി പോയി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അങ്ങനെ മേയർ ആര്യ രാജേന്ദ്രനെതിരെയും MLAക്കെതിരെയും ഉണ്ടാകേണ്ടിയിരുന്ന കിട്ടുമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതുപോലും നശിപ്പിക്കപ്പെട്ടു. അതെങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നത് കണ്ടെത്താൻ പോലും നമ്മുടെ പോലീസിന് കഴിഞ്ഞില്ല. ആ അന്വേഷണം എങ്ങും എത്താതെ പോയി. KSRTC തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു, അതൊന്നും തന്നെ ഒരിടത്തും എത്തിയില്ല. ഇപ്പോൾ ഇതാ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനെയും ഭർത്താവായ സച്ചിൻ ദേവ് MLAയെയും വെള്ളപൂശിക്കൊണ്ട് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, യദുവിനോട് ഇച്ചിപ്പോ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല, ഒന്ന് ഉറക്കെ സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. അവരിങ്ങനെ യദുവിനെ ഉപദേശിക്കുക മാത്രമാണ് നടുറോഡിൽ വെച്ച് ചെയ്തത്. അവർ യദുവിനോട് വളരെ ഭവ്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വരുന്നത്. അതേസമയം യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് 100% ശരിയാണ് എന്ന് കൂടി ഇതാ പോലീസ് റിപ്പോർട്ട് വരുന്നു. സത്യത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പാവകളായി പോലീസ് മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. എന്തായാലും നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് യദു വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ MLAയെയും അതുപോലെ മേയറെയും കേസിൽ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് യദു എന്ന ചെറുപ്പക്കാരൻ.